ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നടത്തിയ റെയ്ഡിൽ പ്രതികളുടെ 1 കോടി രൂപയിലധികം വില വരുന്ന ആസ്തികൾ മരവിപ്പിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് സ്വർണം ചെമ്പാക്കിയ രേഖ കണ്ടെത്തിയെന്നും ഇഡി വ്യക്തമാക്കി. കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എ പത്മകുമാറിന്റെയും എൻ വാസുവിന്റെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള നടപടികൾ അന്വേഷണ സംഘം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നലെ ഒരേ സമയം 21 ഇടങ്ങളിൽ റെയ്ഡ് നടത്തിയതിന് പിന്നാലെയാണ് ഇഡി തുടർ നടപടികളിലേക്ക് കടക്കുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എ പത്മകുമാറിന്റെയും എൻ വാസുവിന്റെയും വീടുകളിൽ നടത്തിയ പരിശോധനയിൽ ആസ്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഇത് പരിശോധിച്ചതിൽ നിന്നാണ് ഇരുവരും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം നടത്തിയെന്ന സംശയത്തിലേക്ക് ഇഡി എത്തിയത്. സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടാനുള്ള നടപടികൾ ആരംഭിച്ച അന്വേഷണ സംഘം ഇരുവരുടെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിച്ച് അത് മരവിപ്പിക്കാനുള്ള നീക്കവും നടത്തുന്നുണ്ട്. സ്വർണ്ണ കവർച്ചയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ തോതിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇത് സംബന്ധിച്ചുള്ള രേഖകൾ പോറ്റിയുടെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെയും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധന്റെയും സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നും ഇഡി കണ്ടെത്തി. അതിനിടെ ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തിയ പരിശോധനയിൽ ഇഡിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സ്പോൺസർഷിപ്പ് കോർഡിനേറ്ററായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ലഭിച്ച പണം പൂർണ്ണമായും സന്നിധാനത്തിന് വേണ്ടി ചെലവഴിക്കാതെ അതിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതിനിടെ പ്രധാന പ്രതികളുടെ 1.3 കോടിയുടെ സ്വത്തുക്കൾ മരവിപ്പിച്ചതായി ഇഡി അറിയിച്ചു. സ്മാർട്ട് ക്രിയേഷൻസിൽ നടത്തിയ റെയ്ഡിൽ 100 ഗ്രാം സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട്. സ്വർണം ചെമ്പാക്കിയ രേഖകളും ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.